കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ചയിൽ ആശാ വർക്കേഴ്സിന് നിരാശ. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര ധനമന്ത്രിയെ അറിയിക്കാത്തതിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുകയാണ് സമരക്കാർ. ഇതിനിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും എത്തി. ഇവര് നമ്മളെ കുറിച്ചൊന്നും സംസാരിക്കില്ല, അവർ മറന്ന ഒരു വിഷയമാണ്. അവരെന്തായാലും സംസാരിച്ചെങ്കിലും ഒരു അധികമായി പോയേനെ. ഡൽഹിയിലെ കൂടിക്കാഴ്ചയിൽ കടുത്ത നിരാശയാണ് ആശാ വർക്കേഴ്സ് പങ്കുവെക്കുന്നത്. സർക്കാരിൽ നിന്ന് മറിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് ആശമാർ പറയുന്നു. സംസ്ഥാനം നടപടിയെടുക്കേണ്ട വിഷയത്തിലാണ് ഇപ്പോൾ സമരം. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പണമിടപാടിൽ ആശാവർക്കർമാർക്ക് യാതൊരു റോളും ഇല്ല. ഇതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ഈ 232 രൂപയ്ക്ക് കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വർദ്ധിപ്പിച്ചേരണമെന്ന് സംസ്ഥാന സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടത്. സംസ്ഥാന സർക്കാരാണ് അത് തീരുമാനിക്കേണ്ടത്. അവരൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആശാ വർക്കേഴ്സിന്റെ സമരവേദിയിലേക്ക് 4ാം തവണയും സുരേഷ് ഗോപി എത്തി. കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചതിന്റെ നേരിയ ഫലം ഉണ്ടായിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി. ഞാൻ അവിടെ എന്താണോ ഇവരിൽ നിന്ന് മനസ്സിലാക്കിയത്, ഒരു രാഷ്ട്രീയ കലർപ്പുമില്ലാതെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം നേരിയ ലെവലിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നത് കള്ളപ്രചാരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പറഞ്ഞു. അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് 31ാം ദിവസത്തിലാണ്. നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരക്കാർ പ്രതിഷേധ പൊങ്കാലയിടും. 24 തിരുവനന്തപുരം.